ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഗത ഓൾ അലോങ് എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. മിനി സീരീസാണ്. ഈ സീരീസ് ശരിക്കും ഒരു വാൻഡർവിഷൻ്റെ സീരീസിന് കമ്പൈൻ ചെയ്ത് വന്ന ഒരു സീരീസാണ്. എനിക്ക് വാൻഡർവിഷൻ സീരീസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീരീസാണ്. അഗത എന്നൊരു ക്യാരക്ടർ വാൻഡർവിഷനിലുള്ളത്. അപ്പോൾ അതിൻ്റെ സീരീസാണ്. അപ്പോൾ നമുക്ക് ആ സീരീസ് കണ്ടതിൻ്റെ റീക്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറേ പോയിന്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. നല്ല രസകരമായ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ കാണാൻ കിട്ടി. വാൻഡർവിഷൻ റിലേറ്റഡ് ആയാലും ബാക്കി കുറേ നല്ല പോയിന്റ്സ് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് വാൻഡർവിഷൻ ഡാനിഷ് സീരീസ് സംതിങ് ലൈക്ക് ദാറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ കാണിക്കാൻ പോകുന്ന സംഭവം അതൊരു സീരീസ് വാൻഡ ക്രിയേറ്റ് ചെയ്ത ഒരു സീരിയലാണ് കാണുന്നത് നമ്മൾ. അതുകൊണ്ട് മാർവൽ ടെലിവിഷൻ എന്നൊക്കെ രീതിയിലൊക്കെയാണ് ടൈറ്റിൽസ് ഒക്കെ കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കേസ് അന്വേഷണമാണ് കാണിക്കുന്നത്. അതിൻ്റെ കേസ് അന്വേഷിക്കുന്ന ആഗ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയാണ്. നമ്മുടെ അഗതയാണ് ആ ക്യാരക്ടർ ചെയ്യുന്ന ആഗ്നസ് ഓഫ് വെസ്റ്റ് വ്യൂ. ഈ വെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കാർലറ്റ് വിച്ച്, അതായത് നമ്മുടെ വാൻഡ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റി ഉണ്ടല്ലോ, ഹെക്സഗൺ ഷേപ്പിൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ടൗൺ. ആ ടൗണിൻ്റെ പേര് വെസ്റ്റ് വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ആഗ്നസിനെ കാണിക്കുന്നത്. എന്നിട്ട് ഒരു ലേഡി മരിച്ചു കിടക്കുന്നത് ഗ്രീക്കിൽ. പക്ഷെ ആ സീരീസ് കാണിക്കുന്ന രീതി, അതായത് ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേറ്റ് വിൻസ്ലെറ്റിൻ്റെ മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു മാനറിസംസും ഇതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ അങ്ങനത്തെ ഒരു TV സീരീസ് ആണെന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കാണിക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ലേഡിയുടെയാണ് മാത്രം നമ്മളത് കാണിക്കുന്നുള്ളൂ. പിന്നെ കൈയൊക്കെ കറുത്തിരിക്കുന്നുണ്ട്, വിരലൊക്കെ കറുത്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം നോട്ട് ചെയ്യണം, അതിൽ വാൻഡർവിഷനിൽ വാൻഡ ഏറ്റവും അവസാനമായിട്ട് ഡ്രസ്സാണ് ആ ലേഡി ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ വാൻഡയാണോ മരിച്ചെടുക്കുന്നത് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് വാൻഡർവിഷനിൽ നൈബേഴ്സായിട്ട് വന്ന ആൾക്കാരാണ് അതിൽ പോലീസ് ഓഫീസേഴ്സായിട്ട് കാണിക്കുന്നത്. കുറേ നല്ല രസകരമായിട്ടാണ് ആ സീൻസൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ കേസിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അതിൽ പോലീസ് ഓഫീസർ, കൂടെയുള്ള പോലീസ് ഓഫീസറും വലിയ മീശകാരനുണ്ട്, അയാളും വാൻഡർവിഷനിൽ നൈബറായിട്ട് കാണിക്കുന്നുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി വരുന്നുണ്ട്, റിയോ വിഡൽ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി. ആ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിച്ചാണ്. അപ്പോൾ ആ പുള്ളിക്കാരിയും നമ്മുടെ ഈ അഗതയുടെ വിഷനിലുള്ള, അതായത് ഇമാജിനേഷനിലുള്ള ഈ TV സീരീസിൽ ആൾ ഇൻവോൾവ് ആണ്. എങ്ങനെ വാൻഡർവിഷനിൽ അഗത കയറിയത് അതുപോലെ തന്നെ അഗതയുടെ ഈ വിഷനിൽ അഗതയുടെ തോന്നലിൽ അല്ലെങ്കിൽ ആ ഇമാജിനേഷനിലേക്ക് ഈ വിഡൽ റിയോ വരാണ്. എന്നിട്ട് വിഡൽ റിയോനെ എങ്ങനെയോ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്താണ് ശത്രു എന്ന രീതിയിൽ വിഡൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് എപ്പോഴും ശത്രുത കാണിക്കണമെന്ന്. ശരിക്കും പിന്നെ ആ പുള്ളിക്കാരിയും ഈ വിച്ചും ഇവളായിട്ട് ഭയങ്കര ശത്രുത ഉണ്ട്. പക്ഷെ ഇവള് വിച്ചാന്നുള്ള കാര്യം മറന്നുപോയി. ആ പോലീസ് ഓഫീസറുടെ രീതിയിലാണ് അവൾ ജീവിക്കുന്നത്. അപ്പോഴാണ് അവളുടെ വീട്ടിൽ ഒരു ടീനേജ് പയ്യൻ തീഫായിട്ട് കയറുന്നത്. അപ്പോൾ പുള്ളിക്കാരി അവനെ അറസ്റ്റ് ചെയ്യുന്നതും ഹാർട്ട്മൻ ഒരു പുള്ളിക്കാരിയുടെ വണ്ടി ഇടിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ആ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടീനേജ് പയ്യൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാൻഡയുടെ സ്കാർലറ്റ് വിച്ചിൻ്റെ സ്പെല്ലിൽ നീ പെട്ടെടുക്കാണ്, അതിൽ നിന്ന് മോചിതനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പറയും. അപ്പോൾ ഈ പുള്ളിക്കാരി പോലീസ് ഓഫീസറുടെ രീതിയിൽ ഈ ഫോട്ടോസിന് കാണിക്കും, മർഡർ ഫോട്ടോസ് കാണിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ഗാർഡനായിട്ട് മാറുന്നു. ഏത് ഫോട്ടോ എന്നൊക്കെ ചോദിക്കും അവൻ. പിന്നെ കാണിക്കുന്നത് ചുമർമേ 2 സൈഡ് ഗ്ലാസിൻ്റെ അവിടെ ഇപ്പോൾ ഫോട്ടോ ഫ്രെയിം ആവുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി ആ പുള്ളിക്കാരി ഒരു ട്രാപ്പിലാണ് കിടക്കണത്, അല്ലെങ്കിൽ ഒരു സ്പെല്ലിൽ നമ്മുടെ സ്കാർലറ്റ് വിച്ചിൻ്റെ സ്പെല്ലിൽ കിടക്കണതെന്ന് മനസ്സിലായി. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പയ്യൻ വന്നത്. പിന്നെ കാണിക്കുന്നത് അവൾ ഓടി പോയിട്ട് മോർച്ചറിയിൽ പോയിട്ട് ആ ഡെഡ് ബോഡി പോയി നോക്കുമ്പോൾ അവിടേക്കും നമ്മുടെ റിയോ വിഡൽ വരുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ ശരിക്കും നോക്കുക അതിൻ്റെ ബോഡിയാണെന്ന്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ കുറച്ച് മുടി പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാർലറ്റ് വിച്ചിൻ്റെ മുടിയാണ്. അതെ. പിന്നെ ഇതിനേക്കാളും മുമ്പ് പറയുന്നുണ്ട് ഒരു ലൈബ്രറി കാർഡ് കിട്ടുന്നുണ്ട് ഈ മർഡർ സ്ഥലത്ത്. ആ ലൈബ്രറി കാർഡിൻ്റെ പേര്, ബുക്കിൻ്റെ പേര് വലിയ ലോങ് പേരാണ്. അതിൻ്റെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടി നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട് ഡാർക്ക് ഹോൾഡ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് അന്വേഷിച്ച് ലൈബ്രറിയിൽ പോകുന്നുണ്ട്. ആ ലൈബ്രറി ശരിക്കും പറഞ്ഞാൽ വാൻഡർവിഷൻ്റെ ഇമാജിനേഷനിലുള്ള ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് 2 വിഷനും വൈറ്റ് വിഷനും റെഡ് വിഷനും തമ്മിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടാകുന്നത്. അവിടെ ആ ലൈബ്രറിയിൽ പോയിട്ട് ആ ബുക്ക് അവൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബുക്ക് അവിടെ നിന്ന് 3 വർഷം മുമ്പാണ് കാണാണ്ടായെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഡാർക്ക് ഹോൾഡ് ശരിക്കും ആരുടെയിൽ ഉണ്ടായിരുന്നത് സ്കാർലറ്റ് വിച്ചിൻ്റെയിലാണ് ഉണ്ടായത്. നമുക്കത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മാഡ്നസ്സിൽ നമ്മൾ കണ്ടിരുന്നു പുള്ളിക്കാരിയിൽ ഡാർക്ക് ഹോൾഡ് ഉണ്ടാവുന്നതും അവിടെ വെച്ച് പുള്ളിക്കാരി ആ ഡാർക്ക് ഹോൾഡ് ബുക്ക് നശിപ്പിക്കുന്നതും പുള്ളിക്കാരിയുടെ മേളിക്കൂടെ ബിൽഡിങ്ങും എല്ലാം പൊളിച്ചിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ പൊളിച്ചിടുന്ന സമയത്ത് സംഭവം നടക്കുന്നത് ഒരു യൂറോപ്പിലൊരു സ്ഥലത്താണ്, വാൻഡർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണാണ് ഡെഡ് ബോഡിയിലുള്ള നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡെഡ് ബോഡി വാൻഡയുടെയാണ്, നമ്മുടെ സ്കാർലറ്റ് വിച്ചിൻ്റെ ബോഡിയാണ്. അത് ഡാർക്ക് ഹോൾഡ് നശിപ്പിച്ചു അവൾ.
അത് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൽ കണ്ടിരുന്നു. ആ ഡാർക്ക് ഹോൾഡ് നശിപ്പിച്ചപ്പോൾ എല്ലാം കോപ്പിയും നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പോയി ലൈബ്രറി പോയി നോക്കുമ്പോൾ അവിടുത്തെ എല്ലാ ബുക്സും നശിച്ചു പോയിരിക്കുന്നു. ആ ബുക്ക് ഡാർക്ക് ഹോൾഡിൽ ബുക്സ് എല്ലാം കത്തി പോയിരിക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു രസകരമായിട്ടാണ് നമ്മുടെ ഈ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അടിപൊളിയായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവിടെ എത്തുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവിടെ വെച്ചാണ് അവൾക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരി പോലീസ് ഓഫീസറല്ല, പുള്ളിക്കാരി അഗതയാണ്, ആഗ്നസ് അല്ല. എന്നിട്ട് ആ ലൈബ്രറി കാർഡ് ഡെഡ് ബോഡിയുടെ കാൽമ കിടക്കുന്നുണ്ട്. ലൈബ്രറി കാർഡിൽ ഏറ്റവും അവസാനം ആ കാർഡിന് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു വാൻഡ മാക്സിമോഫ് എഴുതി വെച്ചേക്കുന്നത്. അതിന് തൊട്ടുമേളിൽ അഗതയുടെ പേര് അഗത ഹാക്നെസ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതായത് ഇത് ഡാർക്ക് ഹോൾഡ് തൊട്ട് മുമ്പ് യൂസ് ചെയ്തേക്കുന്നത് ഈ അഗതയാണ്. അപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം അവൾ അഗതയാണ്, പോലീസ് ഓഫീസറല്ല. അപ്പോൾ അവൾ പതുക്കെ അവളുടെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ ഓരോന്ന് ഊരാൻ തുടങ്ങും. അപ്പോൾ അതിൽ പല വേർഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. വാൻഡ വിഷനിൽ പല പല കാലഘട്ടം TV സീരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ ഡ്രസ്സും അവളിങ്ങനെ ഊരുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. ലാസ്റ്റിൽ അവൾ നേക്കഡായിട്ടാണ് വരുന്നത്. നേക്കഡായിട്ട് വരുമ്പോൾ അവളുടെ വീട്ടിലാണ് അവൾ എത്തുന്നത്. അപ്പോഴാണ് അവൾ മനസ്സിലാകുന്നത് 3 കൊല്ലമായിട്ട് അവൾ വാൻഡയുടെ സ്പെല്ലിൽ പെട്ടെടുക്കാണ്. എന്നിട്ട് നൈബേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നത്. പുള്ളിക്കാരിയുടെ റൂം ഇതിനേക്കാൾ മുമ്പ് കാണിക്കുന്നുണ്ട്. റൂമിൽ മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞ സീരീസിലെ പോലെ തന്നെ ഒരു റൂം, അതിൽ കൊച്ചിൻ്റെ ഫോട്ടോസ്, ഫസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഫസ്റ്റ് ചൈൽഡ് നിക്കോളസ് സ്ക്രാച്ച് എന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അഗതയുടെ മോൻ്റെ പേര് നിക്കോളസ് സ്ക്രാച്ചാണ് ഈ കോമിക് ബുക്കിൽ. അപ്പോൾ അത് കാണിക്കുന്നുണ്ട് അവിടെ ഒരു ബുക്കിൽ. അങ്ങനെ അഗത വീടിൻ്റെ അകത്ത് കയറി ആ പുള്ളിക്കാരിയുടെ പവേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് പവേഴ്സ് ഇല്ലെന്ന് മനസ്സിലാവും. അവിടേക്ക് നമ്മുടെ വിഡൽ റിയോ വരുന്നു. പുള്ളിക്കാരിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പുള്ളിക്കാരിയായിട്ട് ഭയങ്കര റൈവലാണ്. അപ്പോൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അഗത പറയും പവറില്ലാത്ത അഗതനെ കൊല്ലുന്നതാണെന്ന് എനിക്ക് ഡിഗ്നിറ്റി, അല്ലെങ്കിൽ പവർ ഉള്ള അഗതനെ കൊല്ലുന്നതായിരിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ കേൾക്കുമ്പോൾ പുള്ളിക്കാരി കൺവിൻസ് ആവും, ഇപ്പം ഞാൻ നിന്നെ കൊല്ലണില്ല, നിങ്ങൾക്ക് പവർ കിട്ടിയതിന് ശേഷം ഞാൻ നിന്നെ കൊല്ലാൻ വരും എന്നാണ് പറയണത്. അങ്ങനെ വിഡൽ റിയോ അവിടെ നിന്ന് പോവുകയാണ്. പോണേക്കാൾ മുമ്പ് പക്ഷേ ഒരു കാര്യം വോൺ ചെയ്തിട്ട് പോകും, സാലം 7 വരും നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, അപ്പോൾ നീ സൂക്ഷിച്ചോളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഈ സാലം 7 എന്ന് പറയുന്നത് നമ്മുടെ അഗതയുടെ മകനായ നിക്കോളസ് സ്ക്രാച്ചിൻ്റെ മക്കളാണ് ഈ 7 പേര്. ഇവർക്ക് ഭയങ്കര പവറാണ്. പല ആനിമൽസും ആയിട്ട് ഭയങ്കര കണക്ഷനുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കുറേ ആനിമൽസിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പവേഴ്സാണ്. ഈ സാലം 7 ഭയങ്കര പവറാണ്. അപ്പോൾ അവർ ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കുറേ പ്രായം ഉണ്ടാവുമല്ലോ, ഇവർ വിച്ചസാണ്, വിച്ചസ് നല്ല പ്രായം ഉണ്ടാവും. അതേസമയം തന്നെ ഈ ടീനേജ് പയ്യൻ ഫുൾ ടൈം പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണ്, അവൻ്റെ പറ്റി ഡീറ്റെയിൽസ് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ അകത്തേക്ക് കേൾക്കാൻ പറ്റാനുള്ള. പേര് പറയുമ്പോൾ തന്നെ ചുണ്ടുമ്പോൾ ഒരു W എഴുതി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. W ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ വര പോലെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. എന്താ പറയണമെന്ന് മനസ്സിലാവണില്ല. ഒരു കാര്യം മാത്രം പുള്ളിക്കാരിക്ക് അറിയാം, അവനൊരു ഗേ ആണ്, അവനൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കോൾ വരുന്നൊക്കെ ഉണ്ട് ഫോണിൽ. അപ്പോൾ ഇത്രയ്ക്ക് പോയിന്റ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വാൻഡയ്ക്ക് ആളുടെ ഇമാജിനേഷനിൽ 2 പിള്ളേരുണ്ട്, ട്വിൻസ് ഉണ്ട്. അതിൽ ഒരാൾ ടോമി, ഒരാൾ ബില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ടോമി പുള്ളിക്കാരി വാൻഡയുടെ പോലെ തന്നെ ട്വിൻ ബ്രദറുടെ പോലെ സ്പീഡിൽ പറക്കാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടോമിനെ പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ മകൻ പറയുന്നത് ബില്ലി എന്ന് പറയുന്നത് വാൻഡയുടെ പോലെ കുറേ വിച്ച് പവേഴ്സൊക്കെ ഉള്ള മകനാണ്. ആ മകൻ ശരിക്കും പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞപ്പോൾ ഗേ ആവണമെന്നൊരു കോമിക് ബുക്കിലുണ്ട്. അപ്പോൾ അവനാവാം. കാര്യം അവനെ വിളിക്കുന്ന പേര് വിക്കൻ എന്നാണ്. വിക്കൻ എന്ന് പറഞ്ഞാൽ W ആണോ കാണിക്കണതെന്ന് സംശയം. അപ്പോൾ ആ ക്യാരക്ടർ നമ്മുടെ വാൻഡയുടെ മകനാണെങ്കിൽ വാൻഡ മരിച്ചിട്ടില്ല. കാരണം വാൻഡ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമാണ് പുള്ളിക്കാരുടെ ഇമാജിനേഷനുള്ള ക്യാരക്ടേഴ്സൊക്കെ ലൈവായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ മകനാണെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ വാൻഡ മരിച്ചിട്ടില്ല എന്ന് നമുക്കൊരു ഈസ്റ്റർ എഗ് പോലെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നടക്കുന്നത്. സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ടീനേജ് പയ്യൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഈ 3 years ഈ സ്പെല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്, നിനക്ക് പവേഴ്സ് കിട്ടണമെങ്കിൽ വിച്ച് റോഡിലേക്ക് പോകണം, അപ്പോൾ വിച്ച് റോഡിലേക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്, നിന്റെ പവേഴ്സ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വിച്ച് റോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കോവൻ വിച്ചസ്, അതായത് കോവൻ ടീം വേണം. ഒരു 5 വിച്ചസാണ്. ആ വിച്ചസ് 5 പേരുണ്ടെങ്കിൽ മാത്രമാണ് ഈ വിച്ച് റോഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിച്ച് റോഡിലേക്ക് ഓൾറെഡി അഗത പോയിട്ടുണ്ട്. അവിടെ വെച്ച് ഈ കോവൻ വിച്ചസിൻ്റെ പവേഴ്സൊക്കെ പുള്ളിക്കാരി അബ്സോർബ് ചെയ്ത് ഹൈ പവർ ആയതാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് റോഡിലേക്ക് പോയവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അഗത മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. വിച്ച് റോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോർട്ടൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ കോവൻ വിച്ചസ് വേണം. ആ വിച്ചസ് കുറച്ച് പേര് അന്വേഷിച്ച് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ലിലിയ കാൽഡറു, ജെനിഫർ കാലി, ആലിസ് വു,
ഗുലിവ്, അങ്ങനെ 3 വിച്ചസിനെ അവൾ സെറ്റപ്പാക്കും. പിന്നെ പുള്ളിക്കാരി 4ാമത്തെ. 5ാമത്തെ ആൾ ശരിക്കും തന്നെ വിഡൽ റിയോ ആണ്. വിഡൽ റിയോ എന്തായാലും വരില്ല, പുള്ളിക്കാരിക്ക് പവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും വരില്ല എന്നറിയാം. അപ്പോൾ പുള്ളിക്കാരി അതിൽ പറയുന്നത് ആ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ബ്ലാക്ക് ഹാർട്ട് എന്നാണ് കാണിക്കുന്നത്. ബ്ലാക്ക് ഹാർട്ട് ഉദ്ദേശിക്കുന്നത് വിഡൽ റിയോനാണ്. പക്ഷേ ബ്ലാക്ക് ഹാർട്ട് എന്നുള്ളതുകൊണ്ട് അയൽവക്കക്കാരിയായ പുള്ളിക്കാരിയുടെ സർനെയിമും ഹാർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരിനെ വിളിക്കുകയാണ്, പാർട്ടിക്ക് വിളിക്കുന്ന പോലെ വിളിച്ചിട്ട്, പുള്ളിക്കാരിക്കൊന്നും അറിയില്ല. അപ്പോൾ പാർട്ടി പോലെ അവൾ പുള്ളിക്കാരി വരുന്നു. അങ്ങനെ ഇനി 5 പേരും കൂടിയിട്ട് ഒരു പാട്ട് പാടുന്നു, വിച്ച് പാട്ട് പാടുന്നു. ആ പാട്ട് പാടുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആവായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ ടീനേജിൻ്റെ അടുത്ത് പറയും മേളിൽ പോയിരിക്കാൻ പറയും. ഇവർ ബേസ്മെൻറ്റിലാണ് ആ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പാട്ട് പാടുന്നത്. അവൻ മേളിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാലം 7 വരുന്നത്. അത് ഭയങ്കര ഹൊറിഫൈങ് രീതിയിൽ, ക്രീപ്പി രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ അത് പേടിച്ച് ഓടി ഇങ്ങനെ വരും. അപ്പോൾ അവർ ഭയങ്കര ക്രീപ്പി നല്ല ഹൊറർ രീതിയിൽ കാണിക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അവൻ താഴത്തേക്ക് ബേസ്മെൻറ്റിലേക്ക് വരും. ബേസ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ ഈ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഇരിക്കുന്ന സമയം അവൻ വേഗം ഓടി അകത്തേക്ക് കയറും. അവിടേക്ക് പിന്നീട് കാണിക്കുന്ന എല്ലാവരും വിച്ചസും പിന്നെ നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ അകതയും ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും പോർട്ടൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്ന ആ റോഡ് കാണിക്കുന്നു. ആ റോഡിൽ ഇവർ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ചെരുപ്പുകളൊക്കെ അഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ സെക്കൻഡ് എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത്. അപ്പം നല്ല രസകരമായിട്ടാണ് ബാക്കി സീരീസിലേക്കും ബാക്കി എലമെൻസിലേക്കും കണക്ട് ചെയ്യുന്ന ഈ 2 എപ്പിസോഡ്. ഇനി കണ്ടറിയാം. ഈ 2 എപ്പിസോഡ് നല്ല രസമായിട്ടുണ്ട്. ഇനി എത്രത്തോളം രസകരമുണ്ടാകും, ഈ വാൻഡനെ കാണിക്കുമോ അതൊക്കെ അറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റിൽ ക്രെഡിറ്റ്സിലായാലും പല കോമിക് ബുക്സും പല റെഫറൻസസും വിച്ചസിൻ്റെ റെഫറൻസസൊക്കെ യൂസ് ചെയ്യുന്നത്, സ്നോ വൈറ്റ് അങ്ങനെ പല പല നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്ന വിച്ചസ് കഥകളിലൊക്കെ ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഗത ഓൾ അലോങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് റിലീസാവും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.